ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ഉടൻ ആരംഭിക്കും എന്ന വാർത്ത കൂടി അവിടെ നിന്ന് പങ്കുവയ്ക്കാനുണ്ട്. അവസാനം ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ്, ആളുകളെ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. കാണാൻ അർജുനെ അവസാനമായി ഒന്ന് കാണാൻ, അർജുന് വേണ്ടി അവസാനമായി ഒരു കണ്ണീർ കണം പൊഴിക്കാൻ കാത്തിരിക്കുന്നത് ഒരുപാട് പേരാണ്. അർജുനെ വാർത്തയിലൂടെ മാത്രം അറിയുന്ന ആളുകളടക്കം നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് ഒക്കെ ഒന്ന് കാണണം. അതിനുശേഷമായിരിക്കും അർജുൻ്റെ അന്ത്യയാത്ര. ചിത ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഉച്ചയോടുകൂടി സംസ്കാരം എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഘട്ടത്തിലും നേരത്തെ MK രാഘവൻ MP MLA സതീഷ് കൃഷ്ണ സെയിലിനോട് പറഞ്ഞതുപോലെ കേരളം ഇത് മറക്കില്ല എന്ന് പറഞ്ഞു. കർണാടക ഗവൺമെൻറ്റിൻ്റെ ആശ്വാസധനമായി 5 ലക്ഷം രൂപയും MLAയുടെ സ്വന്തം ആശ്വാസധനമായി 1 ലക്ഷം രൂപയും കൈമാറിയതിന് ശേഷമാണ് കാർവാർ MLA അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് കാണണം. അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ കൂടി ചെലവഴിച്ചാണ് ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് എത്തിക്കുകയും ഷിരൂരിൽ ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓർമ്മകൾ ഉണ്ടാകണം. വലിയ കടപ്പാട് നിശ്ചയമായും അർഹിക്കുന്നു അദ്ദേഹം എന്ന് പറയാം. കേരളത്തിലെത്തി അർജുൻ്റെ മാതാപിതാക്കളെയും ഭാര്യയെയും കുഞ്ഞിനെയും കണ്ട ശേഷം അദ്ദേഹം മടങ്ങുമ്പോൾ നമ്മൾ മലയാളികളെല്ലാം കടപ്പാടുള്ളവരായിരിക്കണം അദ്ദേഹത്തോട്. ഒപ്പം നമ്മുടെ ജനപ്രതിനിധികളും അഹോരാത്രം യത്നിച്ചു. അങ്ങനെയാണ് 72 ദിവസങ്ങൾക്കപ്പുറത്ത് ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്ന് അർജുനെ കിട്ടുന്നത്. ഇപ്പോൾ അർജുന് യാത്രാമൊഴി നൽകുകയാണ്. അതിവൈകാരികമായി അർജുന് യാത്രാമൊഴി നൽകുകയാണ് കേരളം. ഒരു സാധാരണ മനുഷ്യന്, ഒരു സാധാരണ തൊഴിലാളിക്ക് ഇതുപോലൊരു യാത്രാമൊഴി ഉണ്ടായിട്ടുണ്ടാകില്ല നമ്മുടെ ചരിത്രത്തിലെങ്ങും. വലിയ ജനനേതാക്കൾക്കും വലിയ സാമൂഹ്യ അംഗീകാരങ്ങൾ നേടിയ ആളുകൾക്കുമൊക്കെ കിട്ടുന്നതിന് സമാനമായി നെഞ്ചോടടക്കിപ്പിടിച്ച് ഈ നാട് അർജുന് വിട നൽകുകയാണ്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒരു കൈവഴിയായി ഒഴുകിച്ചേർന്ന ഈ ജനസഞ്ചയം ഇപ്പോൾ ഒരു ജനസാഗരമായി മാറിയിരിക്കുകയാണ്. എല്ലാവർക്കും അവസാനമായി ഒരു നോക്ക് കാണണം, ഒരു കണ്ണീർ കണം പൊഴിക്കണം. ഇത്ര കാലം കാത്തിരുന്നതാണ്. ഒരു നാടും ഒരു വീടും മാത്രമല്ല, ഒരുപാട് മനുഷ്യർ, ഒരുപാട് അമ്മമാർ കാത്തിരിക്കുകയായിരുന്നു അർജുന് ഇപ്പോൾ കേരളം വിട നൽകുകയാണ്. ജനസാഗരത്തിന് നടുവിലൂടെ കേരളം വിട നൽകുകയാണ്. കണ്ണാടിക്കൽ എന്ന ഗ്രാമം കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമായി മാറിയിരിക്കുന്നു. നമ്മുടെ മകനാണ്, നമ്മുടെ പുത്രനാണ് അർജുൻ ഇനി ഒരിക്കൽ കൂടി ആ വീട്ടിലേക്ക് മടങ്ങി വരില്ല. ഓഗസ്റ്റ് മാസം 18-ാം തീയതി ജോലിക്ക് ശേഷം മടങ്ങിയെത്തേണ്ട അർജുൻ ഇന്ന് സെപ്റ്റംബർ മാസം 28-ാം തീയതി ചേതനയറ്റ ശരീരമായാണ് ആ വീട്ടുമുറ്റത്തേക്ക് എത്തിയത്. ഒരിക്കൽ കൂടി ഇനിയൊരു യാത്രയില്ല. സ്വന്തം പ്രയത്നം കൊണ്ട് കെട്ടിപ്പടുത്ത ആ വീട്, ആ വീടിൻ്റെ സമാധാനം, ആ വീടിൻ്റെ സ്വസ്ഥത അവസാനമായി അർജുൻ ഏറ്റുവാങ്ങുകയാണ്. കണ്ണാടിക്കലിൻ്റെ മണ്ണ് അർജുനെ നെഞ്ചോട് ചേർത്ത് ഏറ്റുവാങ്ങുകയാണ്. ഒരു മനുഷ്യനും കണ്ണൊന്നു നനയാതെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത്രമേൽ ഹൃദയഭാരം അനുഭവിക്കുന്നു കേരളം ഈ നിമിഷങ്ങളിൽ. സ്വന്തം പുത്രന് നാട് വിട നൽകുകയാണ്. അർജുന് കേരളം യാത്രാമൊഴി നൽകുകയാണ്.